റെക്കോർഡുകളും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. 2 കൊല്ലം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ബിഗ് ഷോപ്പർ, വലിയൊരു ബിഗ് ഷോപ്പർ നിറച്ച് റെക്കോർഡുകൾ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനാകെ 3 റെക്കോർഡുകൾ മാത്രമേ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ റെക്കോർഡും തൂക്കി വിറ്റു എന്നതാണ്. നമുക്ക് വീട് കഴിയുമ്പോൾ തൂക്കി വെക്കാൻ തോന്നുന്നു. നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും തൂക്കി വെക്കുന്നത്. 2 ലെസൺ പ്ലാനിൻ്റെ 30 60 ലെസൺ പ്ലാനിൻ്റെയും അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിൻ്റെ റെക്കോർഡ് മാത്രമേ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളൂ. നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ, അതിപ്പോൾ ജോലി കിട്ടിയിട്ട് ക്ലാസ് എടുക്കണമെങ്കിലായാലും നമ്മൾ ലെസൺ പ്ലാൻ എഴുതണം. ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് എന്തൊക്കെയാണ് ചെയ്തത് എന്നതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് പീരീഡിൽ 60 ക്ലാസ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ 60 ക്ലാസ്സിനും 60 ലെസൺ പ്ലാൻ വേണമെന്നാണ്. ഒരു പാഠത്തിനല്ല, നമ്മളൊരു ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്തു എന്നതാണ് ലെസൺ പ്ലാൻ എന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലൊരു 30 ലെസൺ പ്ലാനും ഇതിലൊരു 30 ലെസൺ പ്ലാനും ആണുള്ളത്. ഒരു പാഠം തന്നെ ചിലപ്പോൾ ചില നോവലിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് 4-5 ക്ലാസ് എടുക്കേണ്ടി വരും. ചിലത് 2 ക്ലാസ് കൊണ്ട് തീർക്കാം. ചെറിയ ചെറിയ പാഠങ്ങളായിരിക്കും. അത് ഓരോ ക്ലാസ്സിൻ്റെയും നമ്മുടെ ഔചിത്യം, നമ്മുടെ ക്ലാസ്സിൻ്റെ രീതികളൊക്കെ അനുസരിച്ചാണ് നമ്മൾ അത് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ റെക്കോർഡിങ്ങിലും പ്രധാനമായിട്ട് വേണ്ടത് ഇന്നത്തെ ക്ലാസ്സിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. കുട്ടികളിൽ എന്തൊക്കെ ആശയങ്ങൾ എത്തിക്കണം എന്നുണ്ടായിരിക്കും, എന്തൊക്കെ മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, അതൊക്കെയാണ് വരിക കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് കാണുമെന്നറിയില്ല. പാഠാസൂത്രണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പഠന നേട്ടങ്ങൾ എഴുതണം, ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതണം, അതിൻ്റെ ആശയം എന്താണ്, ധാരണ എന്താണ്, മൂല്യങ്ങൾ എന്താണ്, മനോഭാവങ്ങൾ എന്താണ്, എന്തൊക്കെ അറിവുകളാണ് കുട്ടികൾ ഇതുവഴി ആർജിക്കുന്നത്, എന്തൊക്കെ പഠന സാമഗ്രികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. പാഠപുസ്തകം ഉണ്ടാവും, ബ്ലാക്ക് ബോർഡ് ഉണ്ടാവും, ചാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, എന്തെങ്കിലും നമ്മൾ കാണിക്കാൻ, വഞ്ചി എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ കൊണ്ടുപോകണം, അത് എഴുതണം. പഠന പ്രവർത്തനം നിർബന്ധമായും 2 പഠന പ്രവർത്തനം ഇപ്പോഴത്തെ രീതി അനുസരിച്ച് കൊടുത്ത് എന്തെങ്കിലും കുറിപ്പ് തയ്യാറാക്കി പോസ്റ്റർ എഴുതി അത് നിർബന്ധമാക്കി കൊടുക്കണം. എന്ത് ഉൽപ്പന്നമാണെന്ന് വെച്ചാൽ പഠന പ്രവർത്തനം. ഇപ്പോൾ കുറിപ്പ് തയ്യാറാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറിപ്പ് എന്ന് പറഞ്ഞ് കിട്ടും പഠന പ്രവർത്തനം. അതൊക്കെ കാണിച്ച് പിന്നെ നമ്മൾ എന്തൊക്കെ ക്ലാസ്സിലുണ്ടായെന്ന് ഇങ്ങനെ എഴുതണം. അപ്പം എന്താ പറയുക, അത് നിർബന്ധമായിട്ടും അങ്ങനെ എഴുതണം. അതാണ് ഈ ലെസൺ പ്ലാൻ എന്ന് പറയുന്ന 2 മെയിൻ റെക്കോർഡുകൾ കേട്ടോ.